ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസം നമ്മൾ കുറേ മുത്തുകളുടെ ഷോപ്പിംഗ് ചെയ്തു. അപ്പോൾ അതൊക്കെയാണ് ഇതെല്ലാം. ഇതുപോലെ ഇയർ വയേഴ്സും കുറച്ച് ബോൾ പിൻസും ഹെഡ് പിൻസും ഐ പിൻസൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതാണിത്. സിൽവർ കളറിലും ഗോൾഡൻ കളറിലും നമ്മളിത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ 20-25 ആ ഒരു റേഞ്ചിനൊക്കെയാണ് വാങ്ങിയേക്കുന്നത്. പിന്നെ നമുക്ക് മാറ്റി വെക്കാം. പിന്നീടുള്ളതാണ് നമ്മുടെ ബീഡ്സ് കളക്ഷൻസ്. അപ്പം ഞാൻ പല രീതിയിലാണ് ഇത് വാങ്ങിച്ചേക്കുന്നത്. ഇത് നമ്മുടെ കുന്തൻ സ്റ്റോണുകൾ കണ്ടില്ലേ, അത് നമ്മൾ ഒരു 3 എണ്ണമാണ് വാങ്ങിച്ചേക്കുന്നത്. ഇത് 20 രൂപ 30 രൂപ ആ ഒരു രീതിയിലാണ് വാങ്ങിയേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെച്ചേക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ബീഡ്സ്. ഇനി നമുക്കിത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ബോക്സ് വേണം. ഞാൻ ഓൾറെഡി ഷോപ്സിൽ നിന്ന് 2 ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഷോപ്സിൽ നിന്ന് വാങ്ങിയ നമ്മുടെ ഓർഗനൈസിങ് പെട്ടിയാണ്. ഞാൻ ഇതുവരെ പൊട്ടിച്ചില്ല. അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് നോക്കാം. സാധാരണ ബോക്സൊക്കെ വരുമ്പോൾ ഞാൻ ഒരുപാട് മൊത്തത്തിൽ കീറിയാണ് എടുക്കുന്നത്. ഇപ്രാവശ്യം ഞാൻ വൃത്തിയായിട്ടാണ് ഇത് എടുത്തേക്കുന്നത്. കാരണം നമുക്ക് ഈ ബോക്സ് ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ 2 ബോക്സസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതുപോലെ നമുക്ക് 2 ബോക്സസാണ് ഉള്ളത്. നമുക്കിത് ഊരി നോക്കാം. ഇത് 200 രൂപയായിരുന്നു 2 എണ്ണത്തിനൂടെ ചേർത്ത്. അപ്പോൾ ഒരെണ്ണത്തിന് 100 രൂപ വെച്ചിട്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ബോക്സസ് എല്ലാം ഇതുപോലെ തന്നെ ഉള്ളതാണ്. ഞാൻ അവിടുന്ന് തന്നെ മുമ്പേ ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നമുക്ക് കുറേ പീസസ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇതുപോലെ മുത്തുകൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഇത് നിങ്ങൾക്ക് ഇയറിങ്സ് എല്ലാം ഇതിനകത്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ഈ സ്ലൈസസ് എല്ലാം ഇങ്ങനെ എടുക്കാം. അപ്പോൾ നമുക്ക് കുറേ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഇതിനുള്ളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ വെക്കാനുള്ള സംഭവമുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിനകത്തോട്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് 1 2 3 4 5 6 ഇതിനകത്ത് ടോട്ടൽ 36 കളങ്ങളാണുള്ളത്. ഇത് കൂടാതെ ഇവർ 3 സ്ലൈസസ് നമുക്ക് എക്സ്ട്രാ തന്നിട്ടുണ്ട്. അഥവാ ഇതിൽ നിന്നങ്ങനെ നമ്മുടെ കയ്യിൽ മിസ്സായാൽ നമുക്കിത് വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മളുടെ മുത്തുകളെല്ലാം പറക്കിയിടാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ക്രിസ്റ്റൽ ബീഡ്സ് പൊട്ടിച്ച് നോക്കാം. ഇതുപോലെ ഞാൻ 2 ഷേപ്പാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഒരെണ്ണം റൗണ്ട് ഷേപ്പാണ്, പിന്നീട് ഒരെണ്ണം വരുന്നത് ഇതാണ്, കണ്ടില്ലേ, ഇതുപോലെ നമ്മുടെ മഴത്തുള്ളി ഷേപ്പിലാണ് ഇത് വരുന്നത്. 2 സെയിം കളറാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളറിലും ഇത് അവൈലബിൾ ആണ്. ഇത് ഞാൻ നേരെ കടയിൽ നിന്നാണ് വാങ്ങിയേക്കുന്നത്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇത് അവൈലബിൾ ആണ്. പിന്നെ ഇതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റും ഉള്ളതാണ്. അപ്പം നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇതിനകത്തോട്ടിടാം.
നെക്സ്റ്റ് നമ്മുടെ മഴത്തുള്ളി മുത്താണ്. ഇത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ ചെറിയ മുത്തുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ 3 കളേഴ്സാണ് വാങ്ങിച്ചേക്കുന്നത്. ഇതുപോലെ ബ്ലാക്ക്, റെഡ്, വൈറ്റ്. അപ്പോൾ അത്യാവശ്യം ഇത്രയും നീളമൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ ഇത് നമുക്ക് അടുത്തൊരു ഇതിലേക്കിടാം. പിന്നീട് നമ്മൾ ഇതുപോലെ ഗ്ലാസ് ബീഡ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് വാങ്ങുന്നത്. ഇത് മുട്ടായിയുടെ ഒക്കെ കണക്കിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് കാണാനൊക്കെ നല്ല ഭംഗിയാണിത്. ഇതേപോലെ ഗ്ലാസ് ബീഡ്സ് നമ്മൾ 2 പീസസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിത് നല്ല രസമില്ലേ കാണാൻ. അത് ആക്ച്വലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്കിത് വെച്ചിട്ട് കുറേ ഐറ്റംസ് ഉണ്ടാക്കണം. ഇത് ഏകദേശം ഒരു മുട്ടായിയുടെ ഷേപ്പിലിരിക്കുന്ന ഒരു ഗ്ലാസ് ബീഡാണ്. കണ്ടില്ലേ? ഇത് ഏകദേശം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതെനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മീഷോയിലൊക്കെ അവൈലബിൾ ആണ്. അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, എത്ര
അതിന് സൈസ് ഉണ്ട് എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എപ്പോഴെങ്കിലും നമുക്ക് മീഷോയിൽ നിന്നും കൂടെ വാങ്ങാം. കാരണം ഇതാണോ അതാണോ നല്ലതെന്ന് നമുക്ക് നോക്കാമല്ലോ. പിന്നീട് നമ്മൾ കുറേ ഫ്ലവേഴ്സ് ഷേപ്പിൽ ബീഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് സംഭവം പ്ലാസ്റ്റിക് ആണ്, പക്ഷേ ഇതിൻ്റെ ഗ്ലാസ് ബീഡ്സ് കുറേ പേരുടെ കയ്യിൽ ഇരിക്കുന്ന കാണാം. പക്ഷേ നമുക്ക് മീഷോയിലൊന്നും അവൈലബിൾ അല്ല. പലയിടത്തും ഞാൻ നോക്കി, ഗ്ലാസ് ബീഡ് അതില്ല. ഇത് പക്ഷേ പ്ലാസ്റ്റിക് കണക്കാണ്. എന്തായാലും നമുക്ക് കിട്ടിയത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് യെല്ലോ കളർ കിട്ടിയിട്ടുണ്ട്, ഇതുപോലെ സ്കൈ ബ്ലൂ, വയലറ്റ്, പിന്നെ ഇതുപോലെ ഗ്രീനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കുറേ ഐറ്റംസ് ഒക്കെ ചെയ്യാം. ഇത് കണ്ടില്ലേ, ഇതുപോലെ പ്ലാസ്റ്റിക് ആണ്. ഇത്രയും ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് എടുത്ത് യൂസ് ചെയ്യാം. ഇതിൻ്റെ വലുതും നിങ്ങൾക്ക് കിട്ടും. മീഷോയിൽ ഞാൻ കണ്ടില്ല ഇത്, ഷോപ്സിയിലും നോക്കി, പക്ഷേ ഇതെന്തായാലും നമുക്ക് കടയിൽ നിന്ന് കിട്ടിയതാണ്. നെക്സ്റ്റ് ടൈം ഞാൻ ഏത് കടയിൽ നിന്നാണ് വാങ്ങുന്നതെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം നിങ്ങൾക്ക്. അവിടെ ഞാൻ ഈ വട്ടം പോയപ്പോൾ എനിക്ക് തോന്നിയത് ഓൺലൈൻ വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്താണേലും നമുക്ക് നോക്കാം. പിന്നീട് നമ്മൾ ഇതുപോലെ റെഡ് കളറിൽ മുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇതുപോലെ ലൂപ്പ് ഉള്ളതാണ്, അറ്റത്ത് കാണാനൊക്കെ ഭംഗിയാണ്.
പിന്നീട് ഞാൻ മുത്ത് കളക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഇതുപോലെ മാലകൾ വാങ്ങുന്നത്. അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് ഇതുപോലെ മുത്തുകൾ എടുക്കാൻ പറ്റും. അപ്പോൾ ചില സമയത്ത് നമുക്ക് വില കുറച്ചൊക്കെ കിട്ടും, അല്ലെങ്കിൽ 45 ആ ഒരു റേഞ്ചൊക്കെ ആവും. ചില ടൈമിൽ നമുക്ക് 30-നൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഇതുപോലെ അതിനകത്ത് നിന്ന് നല്ല നല്ല മുത്തുകളൊക്കെ എടുക്കാൻ പറ്റും. കണ്ടില്ലേ? അപ്പം നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ മാലകളൊക്കെ ഉണ്ടെങ്കിൽ അത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്ത് ഓരോന്നൊക്കെ ചെയ്തെടുക്കാം. കണ്ടില്ലേ? അപ്പം നമുക്കിത് ഓരോന്നായിട്ട് പൊട്ടിക്കാം. ഇതുപോലുള്ള മാലയൊക്കെ വരുമ്പോൾ നമുക്കൊരു ടാസ്ക്കാണ്. കാരണം ഇതിൻ്റെ ഇടയ്ക്കത്തെ മുത്തൊക്കെ മാറ്റിയിട്ട് വലിയ മുത്തുകൾ മാത്രം എടുക്കണം. കാരണം ഈ പഞ്ചാര മുത്തൊക്കെ നമുക്ക് വേറെ ഇതിനകത്തോട്ട് ഇടുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ബോക്സിന് നല്ല ഡെപ്താണ്, എത്ര ഇട്ടാലും നിറയൂല. അപ്പോൾ ഇത്രയും ചെറിയ മുത്തൊക്കെ അതിനകത്ത് ഇട്ടാൽ നമുക്ക് എടുക്കാൻ പാടായിരിക്കും. അപ്പോൾ ഇത് ചെറിയ ഏതെങ്കിലും ബോക്സിലോട്ടൊക്കെ മാറ്റണം.
കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ വാങ്ങിയതാണ്. ഈ ഒരു ഷേപ്പിൻ്റെ വലുതാണിത്. പിന്നെ നമുക്ക് ഒരുപാട് ബോക്സസ് ബാക്കിയുണ്ട്. ഇത്രയും മുത്തുകൾ ഇട്ടിട്ടും ഇത് നിറയുന്ന പോലും ഇല്ല. പിന്നീട് നമ്മൾ കുന്തൻ സ്റ്റോൺസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് വെക്കാൻ പറ്റത്തില്ല. ഇത് ചെറുതായതുകൊണ്ട് ഇതിൽ നിന്ന് എടുക്കാൻ ഭയങ്കര പാടാണ്. സോ ഇത് നമുക്ക് മാറ്റി വേറെ വെച്ചേക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഇതുപോലെ ബീഡ്സ് എല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് സാധനം വാങ്ങുന്നതെന്നൊക്കെ കാണിച്ചു തരാം. നമ്മൾ ഇത്രയും മുത്തുകൾ വാങ്ങിച്ചിട്ടും ഇതിനകത്ത് വീണ്ടും ഇതുപോലെ ബോക്സസ് ഉണ്ട് നിങ്ങൾക്ക് ഇടാൻ വേണ്ടിയിട്ട്. കാരണം ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. അപ്പോൾ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഷോപ്സിൽ നിന്ന് വാങ്ങാം. സോ ഇന്ന് നമ്മൾ ഇതുപോലെ ബീഡ്സ് എല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. ഇനി ഈ മുത്തുകളൊക്കെ വെച്ചിട്ട് നമുക്ക് കുറേ ജ്വല്ലറീസ് എല്ലാം ചെയ്തെടുക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ഫോളോ ചെയ്യാം.